ഞങ്ങൾ എങ്ങനെ ഇന്നലെ പോയോ അപ്പടിയെ തിരുമ്പി വന്നിട്ട്. അതെ, അതിനും എനർജറ്റിക് ആയിട്ട് ഞങ്ങൾ എവിടെ പോയി തിരുമ്മിന്ന്? അങ്ങനെ തിരുമ്പലല്ല, തമിഴ് ഓഡിയൻസിന് ഞാനോട് ഈ കൈവേന കാരണം എനിക്ക് എപ്പോഴും തിരുമാനേ സമയമുള്ളൂ. അതുകൊണ്ട് ആ തിരുമൽ എന്നുള്ളൊരു ചിന്തയുള്ളൂ. എനിക്ക് ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു തിരുമ്പൽ മസ്റ്റാ. കാരണം അത്ര കിട്ടുന്നുണ്ട് സ്നേഹം. കൈ നിറയെ സ്നേഹം തരുന്ന പ്രേക്ഷകരുള്ളപ്പോ തീരുമാനം കൈ വെച്ച് എടുത്താ സ്നേഹിക്കുന്നത്. കൈ നിറയെ പിന്നെ കൊള്ളാം. നിനക്കല്ല വേറൊരാക്ക് തരാം. ആരോരുമില്ലാത്തവർക്ക് ആരെങ്കിലും. ശരി, അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിതാ ഈ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇതാ ഇവിടെ തുടങ്ങുവാണ്. അപ്പൊ MG സാർ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ആഫ്റ്റർ എ ലോങ് ടൈം ചുറ്റും വാലിബൻ ഇവിടെ തിരിഞ്ഞു വന്നിട്ട് ഞാൻ വന്നട മക്കളെ. വെൽക്കം മനുഷ്യേട്ടാ. അല്ല, നിങ്ങളെല്ലാരും പറയുന്നത് അതായത് ഞാനാണ് ഒരുപാട് യാത്ര ചെയ്യുന്നത്. ഇത് മാസത്തിൽ 25 ദിവസം വെളിയില്ല. അതായത് വീടിന് വെളിയിൽ ഇടയ്ക്കൊന്നും ഇറങ്ങും, പിന്നെ തിരിച്ചു കയറും. അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ 3 പേരോട് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ എവിടെ വേണമെങ്കിൽ കറങ്ങിക്കോളൂ, പക്ഷെ ഇവിടെ വരണം. ഇവിടെ വരും, വരാതിരിക്കില്ല. ഇവിടെ ഇല്ലാത്തപ്പോ മാത്രം ഞാൻ ഇപ്പൊ പരിപാടി പോലും ശരിക്കും അങ്ങനെയാണ്. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പ്രോഗ്രാം. അത് മതി, അത് കേട്ടാ മതി. ശരിക്കും പറഞ്ഞ ഊണും ഉറക്കം എല്ലാം ഇവിടെ തന്നെ. റൂമും കൂടെ സൈഡിൽ കിട്ടി കഴിഞ്ഞാൽ വീട്ടിൽ പോകണ്ട. അതാണ് വേണ്ടത്. ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുക. അപ്പൊ റിമു ഇത്ര എനർജറ്റിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യേട്ടാ എങ്ങനെയാ ഇപ്പൊ എനിക്കത് പിന്നെ സംസാരിക്കാന്ന് വിചാരിച്ചു, പക്ഷെ തുടക്കം തന്നെ ഇത് സംസാരിക്കണം. എന്താണ് ഈ ഗ്ലാമറിന് പിന്നിലെ രഹസ്യം? കാരണം പോയ പോലെ അല്ല ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അവിടെ ഡബ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംഭവം നടക്കും. എന്താ? അയ്യോ, അത് പറയല്ലേ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവിടെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ജീവി എന്താ പേര്, ഒരു ജീവി തന്നെയാണ്. ജി വർഗീസ് എന്നാണ് ഫുൾ നെയിം. ജീവി എന്നാണ് വിളിക്കുന്നത്. പുള്ളി രാത്രി കിടന്നുറങ്ങിയപ്പം ഒരു കുപ്പിക്കകത്ത് മധുവിന്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചോണ്ട് എന്നിട്ട് മുടി മുഴുവൻ മുറിച്ചളഞ്ഞു. എന്നിട്ട് ആ കുപ്പിക്കകത്തൊക്കെ സൂക്ഷിച്ചു. കാരണം എല്ലാ സെലിബ്രിറ്റീസിന്റെ ഇത് മുടി സൂക്ഷിക്കുന്ന ആളാ. ശരിക്കും അവിടെ അങ്ങനെ ഒരാളുണ്ട്, ജീവി. സെലിബ്രിറ്റീസിന്റെ മുടി പറിക്കാൻ നടക്കാം. ഈ സൈഡ് വെട്ടിയപ്പോ പിന്നെ ക്ലിയർ ആക്കണ്ടേ. ഇപ്പൊ ശ്രീകുടി ചേട്ടൻ മുടി എടുത്തു വെച്ചു എന്നാണ് കേട്ടത്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അവൻ എടുത്തു വെച്ച് കാണും. അല്ല, ഞാൻ കരുതി ഞാൻ സാധാരണ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോ ഉണ്ടായിരുന്ന ചായ മാറ്റി വേറെ ചായയിൽ നടക്കാറുണ്ട്, പുറത്തെ ആൾക്കാരെ തിരിച്ചറിയാതിരിക്കാനായിട്ട്. അതാവും വിചാരിച്ചു. മധുവങ്കളുടെ നല്ല ഗോൾ അടിക്കുക. അപ്പൊ മീനുട്ടി, അപ്പൊ ഏത് റൗണ്ടിലാണ് ആദ്യത്തെ പാട്ട് ഇവിടെ നടക്കുന്നത്? നമ്മുടെ ഫേവറേറ്റ് റൗണ്ടിലാണ്. നീഹാരക്കുട്ടി എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം നീഹാരക്കുട്ടി ഓൺ സ്റ്റേജ്. നീഹാര. എന്താ സർ? ഓക്കെ, നീ ആരാന്ന് ആരെയും ചോദിക്കാറുണ്ടോ? ക്ലാസ്സിലെ ഏത് പാട്ടാന്ന് പാടണേ? ആലാപനം. ആഹാ, വെരി ബ്യൂട്ടിഫുൾ സോങ്. ദാസേട്ടന്റെ പറഞ്ഞപ്പോ തന്നെ അങ്ങ് കലക്കി. ദാസേട്ടന്റെ വെർഷൻ ആണോ? രണ്ടുപേരും പാടിയിട്ടുണ്ട്, ദാസേട്ടനും പിന്നെ ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്, സുശീലാമ്മ പാടിയിട്ടുണ്ട്. അതെ 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 അതെ. രാജാ സാറിന്റെ മനോഹരമായിട്ടുള്ള പാട്ട്. പിന്നെ സിനിമ അറിയാമല്ലോ, ഏതാണ് സിനിമ? എന്റെ സൂര്യപുത്രിക്ക്. ബിച്ചുവേട്ടൻ ആ സിനിമ കണ്ടോ? കണ്ടു. കണ്ടോ? ഇത്ര ചെറിയ പ്രായത്തിൽ ആ സിനിമ എങ്ങനെ കണ്ടു? മുഴുവൻ കണ്ടോ? കൊള്ളാം കൊള്ളാം. പാട്ടിനെ കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടി അല്ലേ? അങ്ങനെ ഇവരെല്ലാം നമ്മുടെ സിനിമകൾ കണ്ടു തുടങ്ങി കേട്ടോ. എല്ലാവരും ഇപ്പൊ ഇരുന്ന് കാണുന്നുണ്ട്. അത് നല്ലൊരു കാര്യം അല്ലേ? രാജാ സാർ ഇങ്ങനെ അധികം മലയാളത്തിൽ ചെയ്യാൻ സമയമില്ല, പക്ഷെ ചെയ്ത പാട്ടുകളൊക്കെ ഒരു ചെയ്ത്തായിരുന്നു. അയ്യോ, ആ ചെയ്ത്തിൽ എന്തോ ഒരു അല്ല ചെയ്ത്തിന്റെ ഒരു വേറെ രീതി പറയും. ഒന്നൊന്നര ചെയ്ത്ത് ഞാൻ നല്ല രീതിയിലാണ് പോസിറ്റീവായിട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലോട്ട് കിടക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. പാടാ
വെരി ഗുഡ് വെരി ഗുഡ്. നീഹാരക്കുട്ടി എന്താ സർ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു എനിക്ക് സർ. വളരെ ഇഷ്ടപ്പെട്ടു മോടെ ഒതുക്കം ഉണ്ടല്ലോ, പാട്ടിലുള്ള ആ ഒതുക്കം. ആക്ച്വലി ഈ പാട്ടിനൊരു ഒതുക്കം വേണം, നമ്മൾ ചുമ്മാ അടിച്ചു കയറി പാടുന്നതല്ല. അത് നല്ല രീതിയിൽ മോള് ഒതുക്കി പാടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് മോക്ക് വിട്ടുപോയത്. എന്നും നിന്നെ മീട്ടാൻ, അവിടെ ഒന്ന് തെന്നിപ്പോയി. ഒന്ന് പാടാവുന്നു. എന്നും നിന്നെ മീട്ടാൻ താനേറ്റു പാടാൻ. ആഹാ. എന്നും നിന്നെ മീട്ടാൻ താനേറ്റു പാടാൻ. പാടാൻ പെർഫെക്ഷൻ. ആ അത്ര അങ്ങനെ- ബലപ്പിക്കാന്ന് അതെ, അതെ. പാടിക്കേ. ഓ അവിടെ കട്ട് ചെയ്യാതെ ഓ ശ്രുതി ശ്രുതിയിടും അവിടെ അങ്ങനെ ഒരു ആക്സെന്റ് ഉണ്ട്. ഒരു ശ്രുതിയിടും അതങ്ങനെ പോവാതെ ശ്രുതി ആ ഒരു ആക്സെന്റ് ഉണ്ട്. ശ്രുതിയിടും ശ്രുതിയിടും അത് ശ്രുതിയിടും ഒരു പെൺമനം. നമുക്ക് വരും അത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മത്സ്യേട്ടാ നീഹാരക്കുട്ടി എന്താ സർ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു സർ. മിടുക്കിയായിട്ടുള്ള സിംഗറാണ് കേട്ടോ. ആ. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഒരു പാട്ട് അങ്കിൾ പാടിത്തരാം. രാജാ സാറ് തന്നെ ചെയ്തതാണ്. സ്നേഹത്തിൻ പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. പൂജപ്പൂ നീ, പൂജിപ്പൂ ഞാൻ, പനിനീരും തേനും കണ്ണീരായി താനേ. സ്നേഹത്തിൻ പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. റിമോ ചക്കരെ എന്തോ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഫസ്റ്റ് പാട്ട് പാടാൻ വന്ന ആലപ്പുഴ, ഞാൻ വള്ളിക്കുന്നിലാണ് എന്നൊക്കെ പറഞ്ഞു വന്ന ആ വള്ളിക്കുന്നല്ല വള്ളിക്കുന്ന. വള്ളിക്കുന്നം. വള്ളിക്കുന്നം. എന്നാലും ഞാൻ ഇത്രയും പിള്ളേരുടെ സ്ഥലം ഉണ്ടെങ്കിലും ഞാൻ മോളുടെ സ്ഥലം എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിലൊന്നും മായുന്നില്ല. അതെ. അതുപോലെ മോളുടെ സംസാരവും രീതി ആദ്യം കണ്ടൊക്കെ എന്റെ മനസ്സിൽ കിടക്കാം. ആദ്യം പാടിയ പാട്ടടക്കം ഇന്നലെ ഇപ്പൊ വന്നപ്പോ പറഞ്ഞത് ഇന്നലെ രാത്രി പോലും മോളെ പറ്റി മനസ്സിൽ മായുന്നില്ല. കണ്ണടച്ചാലും മോള്, എങ്ങോട്ട് തിരിഞ്ഞാലും മോള്. രാത്രി 2 മണിക്ക് എണ്ണീറ്റ് വള്ളിക്കുന്നം വള്ളിക്കുന്നം എന്ന് പറഞ്ഞു. പറഞ്ഞോണ്ടിരിക്കുക. അല്ല, ഇത്രയും പിള്ളേരുടെ സ്ഥലമുണ്ട്, എല്ലാ സ്ഥലവും എനിക്ക് മനസ്സിൽ നിൽക്കുന്നില്ല. മോളുടെ പാട്ടും എല്ലാം നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടെ ധൈര്യം കിട്ടുന്നു, കുറച്ചുകൂടെ സന്തോഷം കിട്ടുന്നു. ഇനി അടുത്ത പാട്ട് ഇനിയും ഗംഭീരമാക്കണം എന്നൊക്കെ ഭയങ്കര കോൺഫിഡൻസും കിട്ടിയില്ലേ? അതുപോലെ സപ്പോർട്ടല്ലേ ഇവിടെ എല്ലാരും തരുന്നത്. പിന്നെ ഭയങ്കര ഭയങ്കര ചേഞ്ച്. മോള് എന്താ പറയാ, ഒരു ടെൻഷൻ ഇല്ലാണ്ട് പാടുമ്പോ തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. സൂപ്പർ ആയിട്ടുണ്ട് ടോട്ടലി. മോക്ക് ആ ഫീൽ എന്ത് രസമായിരുന്നു. ഓരോ പോർഷൻസ് എടുത്ത് പറയാനില്ല, അത്ര ഫീൽ ഉൾക്കൊണ്ട് ഒരുപാട് മാറ്റം കാണുന്നു. കലക്കി കേട്ടാ. ഇതേപോലെ അങ്ങ് പോട്ടെ. ഇനിയുള്ള രാത്രികൾ മൊത്തം ഇനിയുള്ള ഇനി രാത്രി ഒരു നീ അപ്പൊ- ഓർമ്മയായിരിക്കും അല്ലേ? അപ്പൊ നീ എന്നെ ഉറക്കില്ലാതെ തന്നെ തീരുമാനിച്ചല്ലോ. ഇനി ഇതുപോലെ രാത്രി എത്ര പേരുണ്ട് രാത്രി കിടക്കുമ്പോ മനസ്സിൽ? ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ. സോ നന്നായിട്ട് പാടി. ഈ 1, 2, 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മോള് വിട്ടുപോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 99 എങ്കിലും എത്തിപ്പെട്ടേനെ. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു രാജാ സാർ പുകുരി. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. ടാറ്റാ. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഗിരീഷ് പുത്തഞ്ചേരി സാറുടെ ഹിറ്റ്സ് റൗണ്ടില് നമ്മുടെ അണ്ണൻ എത്തുകയാണ്. അണ്ണി വിളി. അണ്ണ വെൽക്കം അണ്ണൻ ഓൺ സ്റ്റേജ്. അണ്ണാ ഈ വരുന്ന വരവ് കണ്ടപ്പോഴത്തേക്ക് ആദ്യമായിട്ട് വരുന്നവര് ഞാൻ കൈയൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നല്ലേ.
അല്ല അണ്ണൻ ഓരോ ദിവസം ഇച്ചിരി സ്റ്റൈൽ ആ, കൂടി വരുന്നു, style ഇച്ചിരി കൂടി ഭംഗി വരുന്നു. കൂടി വരുന്നു. അണ്ണ ഇത്രയും വേണോ? കൂടുന്നുണ്ട് കേട്ടോ. ആ റിമിക്ക് ഇച്ചിരി കൂടുതൽ. ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ല ഇഷ്ടം എനിക്ക് ബാക്കിയുള്ള എല്ലാരും ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഇഷ്ടമല്ല. ഇഷ്ടല്ല. ആഹാ. വേറെ ആരും ഞങ്ങളൊക്കെ ബാക്കി സുന്ദരനാണെന്ന് ഗേൾ പറയുന്നത് ഫ്രണ്ട്സ് ഒന്നും ഇഷ്ടല്ല. അങ്ങനെ ശ്രദ്ധിക്കുന്ന എനിക്ക് ആ, ഇഷ്ടമല്ല. കേട്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? അണ്ണൻ എന്ത് പൊസസീവ്നെസ്സാ ഭയങ്കര. പക്ഷെ അണ്ണൻ ശ്രദ്ധിക്കുന്നത് റിമൂനെ അല്ലേ? അതെ അതെ. അങ്ങനെയൊന്നുമില്ല, അവനെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അണ്ണൻ വരാതിരുന്ന എനിക്ക് എന്തോ ഒരു വിഷമം, അതെനിക്കറിയില്ല. അപ്പൊ അതാണ് ഇതിന്റെ തുടക്കം. അപ്പൊ രാത്രി കിടക്കുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഓർക്കും കുട്ടി അണ്ണനെ. അല്ല നേരത്തെ ആ കുട്ടി മറക്കും. വള്ളിക്കുന്നം അത് പാട്ടിന്റെ സമയത്ത് വള്ളിക്കുന്നം ശ്ശെ, 1 തൊട്ട് 2 വരെ വള്ളിക്കുന്നം, ആ, അത് 2 തൊട്ട് 3 വരെ അണ്ണൻ. അണ്ണൻ അങ്ങനെ. ഇതൊന്നും ചിന്തിക്കാത്ത രണ്ട് പുണ്യാക്കളെ ഒന്ന് കാണാൻ മക്കളെ അണ്ണാ എന്തുകൊണ്ട് വിശേഷം? വീട്ടിലൊക്കെ പോയില്ലേ? ആ പോയി. എന്തായി ഞാൻ കാര്യങ്ങൾ? സ്പർശിനിക്കടവ് പോയി. പറശ്ശിനിക്കടവ് മുത്തപ്പനെ. മുത്തപ്പന്റെ അടുത്തുനിന്ന് പാട്ട് പാടി. വെരി ഗുഡ് ആഹാ. വെരി ഗുഡ് വെരി ഗുഡ്. മുത്തപ്പൻ വീഡിയോ എന്ത് ഒക്കെ പറഞ്ഞു? എടുത്തോ? മുത്തപ്പൻ അണ്ണന്റെ പാട്ടാ പാടിയെ. ഏത് പാട്ട്? ദരനന ദാരദര ദാരദാര. അതന്നെ. എനിക്ക് തോന്നി അതേത് പാട്ട്? എന്റെ നെഞ്ചു കൊട്ടി പാടണ തോറ്റം പാട്ട്, നിന്റെയുള്ള അലിയണയതു കേട്ടു കേട്ട്, എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട്, നിന്റെ കോവിൽ മുൻപിൽ എന്നും മിനൂട്ട്, എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. ആ. മുത്തപ്പൻ അനുഗ്രഹിച്ചോ? ആഹാ കലക്കി. എന്തായാലും കേട്ടപ്പോ അനുഗ്രഹിച്ചു കാണും അല്ലേ? ഇത്തരം പാട്ടല്ലേ? ഓ ഒരു വല്ലാത്ത ഫീല്. ഇത് കേട്ടിട്ട് മുത്തപ്പൻ എന്താ പറഞ്ഞേ? ആ അതെ, എന്ത് പറഞ്ഞു? മുത്തപ്പന്റെ അടുത്തുനിന്ന് പാടുമ്പോ എന്തിനാ പേടിക്കുന്നേ? ആ അപ്പൊ പേടിച്ചാണോ പാടിയത്? പേടിച്ചൊന്നുമല്ല, അത് എന്റെ മുഖഭാവം കണ്ടിട്ട് ചെലപ്പോ മുത്തപ്പൻ മുത്തപ്പന് പറഞ്ഞതാ. തോന്നിയത്. അത് ശരി. നീ എന്തിനാ മുഖഭാവം അങ്ങനെ വെക്കാൻ പോയത്? ഏ? ചിരിച്ചോണ്ട് പാടായിരുന്നല്ലോ. ആ ആദ്യം പറഞ്ഞു തിരക്ക് തീരട്ടെ അങ്ങ് പോയി നിന്നു മുത്തപ്പൻ പറഞ്ഞു. ആ, ആ. അന്നേരം ഞാനും അമ്മയും അങ്ങ് പോയി നിന്നു. ആ. പിന്നെ വിളിച്ചപ്പോ ഞാൻ വന്ന് പാടി. ഏടാ. വിളിച്ചപ്പോ ഒരു ഏക്കം അല്ലേ ഇങ്ങനെ മുത്തപ്പൻ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി ആ, അവൻ- പേടിച്ചു പാടി. അവന്റെ ഒരു ഇമാജിനേഷനിലായി പറയുന്ന, പക്ഷെ നമുക്ക് ശരിക്കും തോന്നും മുത്തപ്പൻ അവനോട് അല്ല സംസാരിക്കും. അത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാ. മുത്തപ്പനുണ്ട്. മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു ഇത് ഒരു കോലം വേഷമൊക്കെ കെട്ടിയ- കെട്ടി. വേഷം ആ, കെട്ടിയിട്ടുള്ള ഉണ്ട്. മുത്തപ്പൻ. ഞാനോർത്ത് ദൈവം അല്ലല്ല, സംസാരിച്ച് അവന് അല്ല. തോന്നിയതാന്നാ അല്ല ഞാൻ വിചാരിച്ചത്. അതായത് മുത്തപ്പൻ മുത്തപ്പൻ തന്നെ- അതിലൂടെ അദ്ദേഹത്തുകൂടെ സംസാരിക്കും. അങ്ങനെയാണ്. നമ്മള് വിളിച്ചുപാട് കയറാൻ ഇതൊന്നൊക്കെ പറയില്ലേ അതേപോലെ. ശരി ശരി ശരി. അണ്ണാ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല. അണ്ണാ അണ്ണൻ വിചാരിച്ച നടക്കുവോ? പിന്നെ അണ്ണ മുത്തപ്പന്റെ അവിടുത്തെ ആളല്ലേ? അതിന് ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്റെ അമ്മ അച്ഛനല്ലേ എന്ന്. അതെ നിന്റെ ഒരു നീ റെക്കമെൻഡേഷൻ മതി. ചെറിയ കുട്ടി അല്ല. നീ അങ്ങനെ പറയരുത്. നീ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്. അണ്ണൻ എന്ന് പറഞ്ഞ പേരാ ഉള്ളൂ, അല്ലാണ്ട് വലിയ ആളൊന്നല്ല. അണ്ണാ ഏത് പാട്ടാ പാടുന്നേ? പിന്നെ എന്നോടൊന്നും പറയാതെ. ഞങ്ങളൊന്നും പറയണില്ല. അതെ പാടിക്കോ. നീ പാടിക്കോ. പാടിക്കോ. അല്ല അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞേക്ക്. ആ. എന്തായാലും ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടാണ്, ഗിരീഷ് ചേട്ടനാണ് എഴുതിയിട്ടുള്ളത്. ലിറിക്സ് ഗിരീഷ് ആ പുത്തഞ്ചേരി സാറ്. അതറിയാം. പിന്നെ മ്യൂസിക് MJ ചന്ദ്രൻ സാറ്. ഓക്കെ. പിന്നെ പാടിയത് യേശുദാസ് സാർ. ആ പിന്നെ സിനിമ ഷിക്ക. വെരി ഗുഡ്. ഓക്കേ. വർഷം 2010 ആണോ? വർഷം നോക്കിയില്ല. നോക്കിയില്ല. ഞാൻ നിന്നെ രക്ഷിച്ചണ്ണാ. അതാണ് അണ്ണനെ ഞാൻ രക്ഷിച്ച്. മുത്തപ്പന്റെ ആളല്ലേ? അണ്ണനെ അണ്ണൻ രക്ഷിച്ചു. അതെ. ആ. അണ്ണന്റെ ഇഷ്ട ദൈവം മുത്തപ്പനാ. അങ്ങനില്ല മോനെ, എനിക്ക് എല്ലാ ശക്തിയുള്ള ദൈവങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. എല്ലാരും കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ആഹാ. ദൈവമൊന്ന് ആഹാ. അത്രേ ഉള്ളൂ. അതാ. അതെ. ഒറ്റ ദൈവമുള്ളൂ. പല രീതി നമ്മൾ കാണുന്നു. ഇനി കൂടുതൽ എണ്ണം ചോദിക്കണ്ട. അണ്ണൻ പാടും. നാല് സാധാരണ പാടുന്നതിന് മുമ്പ് വിളിക്കാറുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. റിമിമോളെ ആ വിളി വന്നാലേ ഒന്ന് പൂർണ്ണാവുള്ളൂ. ready. അതെ ചാർജായി. ഓക്കെ. അണ്ണ all the best. പാടണ്ണ, അണ്ണൻ പാട്. ഓൾ ദ ബെസ്റ്റ് മോനെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ആഹാ 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 ആഹാ. അണ്ണ കലക്കി അണ്ണ. അടിപൊളി. ഒരു രക്ഷയില്ലടാ അണ്ണാ. അസാധ്യമായിട്ട് പാടി. അണ്ണന് മുത്തപ്പന്റെ അനുഗ്രഹമല്ല, എല്ലാവരുടെ അനുഗ്രഹമുണ്ട് അതെ കേട്ടോ. അതെ അതെ അതെ. കാരണം ഒരു സ്ലിപ്പ് പോലും ഇല്ലാതെ മനോഹരായിട്ട് പാടി. മനോഹരമായിട്ട് നമ്മുടെ കൊച്ചു കുട്ടപ്പൻ, ആ, സൂപ്പർ. നമ്മുടെ അണ്ണൻ, എൻ്റെ സ്വന്തം അണ്ണൻ അതെ കലക്കിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എം ജയചന്ദ്രന്റെ പാട്ട്, അതെ. കിട്ടില്ല. അതിമനോഹരമായ ഉഗ്രം composition. പാട്ട്. കുട്ട ഒരു വലിയ ഹായ്. യെസ്. ഹായ് പിന്നെ ചേട്ടാ. നമ്മുടെ ടോപ്പ് ബാൻഡ് ഒരു രക്ഷയില്ല. യെസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. റെക്കോർഡാണോ നിങ്ങളാണോ എന്നുള്ളതിൽ ഒരു സംശയം. അത്രയ്ക്ക് അതിമനോഹരമായിട്ട് നിങ്ങൾ വായിച്ചു. ഗംഭീരം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കമ്പോസിഷനും ആ ഓർക്കസ്ട്രേഷനിൽ അപാരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കലൂർ ബാലഞ്ചേട്ടൻ്റെ മകൻ കണ്ണൻ, നമ്മുടെ എല്ലാം സ്വന്തം കണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹം ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എന്തായാലും ആ ഒരു ബാക്കപ്പ് വരുമ്പോഴത്തേക്ക് അറിയാതെ ശരിക്കും, പാടാൻ അതെ, സാധിക്കും. മോൻ അസലായിട്ട് പാടി കേട്ടോ. ശരിക്കും ഇതിലേനു 100 വാങ്ങാൻ ആഗ്രഹം. പക്ഷെ 100 കൊടുക്കാം. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ റിമി പറഞ്ഞു അവിടെ പോയി സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, 100 പ്രോമിസ് ചെയ്ത് കളയിലെ 99 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അയ്യോ, എന്താ റിമി മോളെ? എന്നിട്ടാണ് റിമി മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് റിമി മോള് പറഞ്ഞത് 99 നീ അത് കൊടുക്കാം. വിശ്വസിക്കുന്നുണ്ടോ? അതിനിപ്പോ എന്റെ മാത്രല്ലല്ലോ, ആര്യന്റെ ആയില്ലേ. ഓ, റിമി മോളെ. എടാ നീ ഭയങ്കര സാധനം തന്നെ. ഇതൊക്കെ അപ്പൊ മനസ്സിൽ വെച്ചേക്കുക. പക്ഷേ എനിക്ക് രണ്ടുപേരും ഒരേപോലെയാടാ. നീ ഇച്ചിരി കൂടുതലാണോ എന്ന് എനിക്കൊരു അത് സംശയം. ഇതെന്താ, തന്നെയാ ഞാൻ ഹരികൃഷ്ണൻസോ? പറഞ്ഞേ. ഏ? അത് തന്നെയാ ഞാൻ പറഞ്ഞേ. നിന്റെ സ്ഥാനം എപ്പോഴും നിന്റെ സ്ഥാനം കേട്ടോ. ആ സ്ഥാനത്തേക്ക് അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. ആരാണ് കൂടുതൽ? അണ്ണൻ ഒന്നി അണ്ണൻ അല്ല അവൻ. അങ്ങനെ മതി. അങ്ങനെ മതി. അല്ല അതല്ല, രണ്ടാളുമായിട്ട് മതി. അതാകുമ്പോ കളിയാക്കൽ അവന് ഷെയർ ചെയ്യാലോ. ഷെയർ ചെയ്യാലോ മറ്റുള്ള ട്രോളൊക്കെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ 99 കൊടുത്താൽ മതി എന്ന് പറയണം, വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ഓനോടും പറ റിമി മോളേന്ന് വിളിക്കാൻ പറ. റിമി മോളെ എന്നുള്ള വിളിയിലാണ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ. മധു, എന്നെ മാത്രം കളിയാക്കണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു ഇവന്റെ അണ്ണന്റെ? അടിപൊളി. ഉഗ്രനായിട്ട് പാടി, അസലായിട്ട് പാടി. ആദ്യം മുതൽ അവസാനം വരെ വളരെ വളരെ ശ്രദ്ധിച്ച് എല്ലാ സംഗതികളും അതിന് കൊടുക്കേണ്ട ഭാവവും എല്ലാം വളരെ മനോഹരമായിട്ട് ഇവിടെ കൊണ്ടുവന്നു മോൻ നല്ല കേട്ടോ. feel. ഉഗ്രനായിട്ട്, അതെ, വളരെ നന്നായിട്ട് പാടി. നമുക്ക് നല്ല feel ഉണ്ടായിരുന്നു. ഭയങ്കര അല്ലേ ഒരു വിഷമം. അത് അതെ, അതെ. എം ചന്ദ്രൻ സാറിന്റെ ചില പാട്ടുകളുണ്ട്. ഇന്നലെ എന്റെ നെഞ്ചില്, അതെ, അമ്മ മഴക്കാരന്, അതെ. പിന്നെ ഈ പാട്ട്, പിന്നെ ഏതോ രാത്രി രാത്രി മഴ. മൂളി വരും പാട്ട്, പണ്ടേ പണ്ടു തൊട്ടെൻ്റെ ഉള്ളിലുള്ള പാട്ട്, അതെ. എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടി എത്തും ഇതുപോലത്തെ പാട്ട്. ഞാൻ എന്ത് പാടിയാലും ഇതിന് ഈ കള്ളക്കണ്ണുകൊണ്ടുള്ള പാട്ട് അതെ അതെ വല്ലാത്തൊരു feel അല്ലേ സാറേ? ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ദേ. തുടക്കത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. റിമു ഐ ലവ് യു എന്ന് പറയുമ്പോ മതിച്ചേട്ട ഐ ലവ് യു ടു എന്ന് പറഞ്ഞോണ്ടിരിക്കണ്ടായിരുന്നേ. അത് ആരോടായിരുന്നു അത് പറയുന്നത്? ഞാനും അതാണ് ഞാനും നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ, ഞാനും അണ്ണനെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് യു ടു. നീ അതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ കയ്യിൽ ഏത് മോതിരമാ കിടക്കുന്ന? ഒരു കണ്ണ് വിടാൻ ഇരിക്കാൻ ഇത് വേണ്ടി. നാലമ്പല യാത്രക്ക് പോകുമ്പോ വാങ്ങിയത്. നാലമ്പല യാത്രക്ക് പോകുമ്പോ എവിടത്തെ നാലമ്പല യാത്ര? അപ്പൊ ഇവിടുന്ന് വിട്ടാ തീർത്ഥാടനം തന്നെ അല്ലേ? സാരഥി സംഘത്തിന്റെ കൂടെ. എന്തായാലും റിമി എങ്ങനെ പാടി? അല്ല, പാട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. ദേ, നാട്ടിൽ നിന്ന് ഒരു സംഘം തന്നെ വന്നിട്ടുണ്ട് ഈ തീർത്ഥാടന ആരാണ് യാത്രയ്ക്ക്. കൈ പൊക്കിക്കേ? എവിടെ? ആരൊക്കെ കണ്ടാ? ആഹാ. പുതിയ ആൾക്കാരാ. ആരൊക്കെയാ മോനെ? ആരൊക്കെയാ അത്? അങ്ങറ്റത്തിരിക്കുന്ന ജമീലെ, ആ പിന്നെ വല്യച്ഛൻ. വെല്ലിച്ചനാണോ? അത് വല്യച്ഛൻ, പിന്നെ വല്യമ്മ, ആ ആ പിന്നെ അമ്മ അച്ഛൻ. ഈ ജമീലത്താത്ത എന്താ മോനെ? ആരാ മോന്റെ? ജമീലേച്ചി അത് ആരാ? അത് അത് അയൽവക്കത്ത്. അയൽവക്കത്ത്. ആണോ? ആഹാ. അണ്ണന്റെ പാട്ട് എന്ത് പറയുന്നു? പാട്ടിനെ പറ്റി പറയാൻ ഞാനാണല്ലോ. ഒന്നും പറയാനില്ലല്ലേ? അണ്ണൻ തകർക്കല്ലേ? അണ്ണന്റെ മാമൻ വരെ അതെ, വെല്ലിച്ച വരെ വല്യച്ഛൻ, വല്യച്ഛൻ. അതെ. പിന്നെ അച്ഛൻ എന്ത് പറയുന്നു? ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? ഈ അമ്പലത്തിലൊക്കെ പോകുന്ന? പോയിട്ടുണ്ട്. പോയിട്ടുണ്ടെന്നല്ല, ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട്. അമ്പലം പോയിട്ടാ ഉണ്ട്. കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരാ നിങ്ങൾക്ക് കുട്ടികള്? കണ്ണൻ മാത്രമേ ഉള്ളൂ.
ഒറ്റയാളേ ഉള്ളൂ. ഒറ്റയാള് പോരെ. അത് മതിയല്ലോ. അതെ. അണ്ണൻ മാത്രം മതിയല്ല. അണ്ണനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്ന അണ്ണൻ ഇവിടെ ഓഡീഷൻ വന്നാണ്. ഓഡീഷൻ ഇതുവഴി കണ്ടു പോയപ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പാടിക്കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പോവും. അത് ആര്യനാ പറഞ്ഞു. അല്ല, നീയാ പറഞ്ഞു. അല്ല, അത് ആര്യം പറഞ്ഞതാ. അതെന്റെ ആക്കി മാറ്റുന്നേ. ആര്യന്റെ ഞാൻ നിലയിലോട്ട് വെച്ചല്ലേ. സോറി കേട്ടോ അണ്ണ. ആര്യന്റെ ഡയലോഗാ. ആര്യന്റെ ഡയലോഗിന്റെ ക്രെഡിറ്റ്സ് ആര്യന് കൊടുത്താൽ മതി. മൊത്തത്തിൽ ആര്യനെ അത്ര പിടിക്കണില്ല. അല്ല, ഈ റിമിയുടെ കേസില് ഈ ആര്യനും ഇവനുമാണ് ഇച്ചിരി കോമ്പറ്റീഷനാ. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും എന്റെ മനസ്സിലെ സ്ഥാനത്തിന് ഏറ്റക്കുറച്ചിൽ വരുന്നത്. അതെ, അത് ശരി. അപ്പം വിശ്വസിക്കാൻ കൊള്ളൂല. എനിക്ക് ഒറ്റ ഉത്തരവുള്ളൂ, കോമ്പറ്റീഷൻ ഒന്നും വേണ്ട, രണ്ടാളും തുല്യാക്കി. അങ്ങനെ അത് ഞാൻ തീരുമാനിക്കണം. എന്തൊരു മഹാമനസ്കത. അതെ. ഇപ്പൊ ഞാൻ കണ്ണടച്ച എനിക്ക് കാണുന്നത് അണ്ണനെ മാത്രമേ കാണാൻ പറ്റൂ. സോ അണ്ണൻ എന്ന് പാടിയതിന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. 99 കൊടുക്കുകയാണ്. 99 അല്ലേ? 99 വരുന്നില്ല. എന്നാ എന്തോ ഒരു തടസ്സം. എന്തൊരു തടസ്സം. ഒരു തടസ്സം. മുത്തപ്പൻ ഇങ്ങനെ അതെ. 9 വരുന്നില്ല അല്ലേ? ഇപ്പൊ എന്നാ പറഞ്ഞതങ്ങ് മുത്തപ്പൻ കൊടുത്തേക്ക്. പറഞ്ഞു നോ 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 നോ. അങ്ങനെ പറഞ്ഞല്ലേ? എന്നാ മുത്തപ്പൻ പറഞ്ഞ അങ്ങ് കൊടുത്തോ. എന്താ 100 കൊടുക്കണം? മുത്തപ്പന്റെ ഇഷ്ടം. 100 out of 100. ആടി ഒരു മുത്തപ്പൻ പൂക്കുറ്റി. മുത്തപ്പൻ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ജമീല താത്ത വന്ന എപ്പിസോഡ് വേസ്റ്റ് ആയില്ല. ഞാൻ സെലക്ട് ആയി. മുത്തപ്പൻ പറഞ്ഞു എന്റെ അമ്മേനോട് ഇങ്ങനെ ഒരു മകനെ കിട്ടിയ നിങ്ങളെ ഭാഗ്യം. അത് ശരി. അങ്ങനെയും സെലക്ട് ആയത്. എന്നിട്ട് എന്നോട് പറഞ്ഞു മുത്തപ്പ അന്ന് വെള്ളാട്ടേനു എന്റെ അമ്മേന്റെ വീട്ടിൽ. അന്നേരം ഇതെല്ലാം പറഞ്ഞു. അന്നേരം പറഞ്ഞു പഠിപ്പൊന്നും അങ്ങനെ വേണ്ട, പാട്ടിൽ കൂടെ തന്നെ അങ്ങ് പോയാ. അപ്പൊ സ്കൂളിൽ പോണില്ലേ ഇപ്പൊ? വേണ്ട, മുത്തപ്പൻ പറഞ്ഞു അത് ശരി. മുത്തപ്പന്റെ കൂടെയാ. എടാ സൂത്രശാലി, മുത്തപ്പൻ പറഞ്ഞതേ അണ്ണൻ കേക്കൂ. അത് ശരി. ആ കൊള്ളാലോ. പഠിക്കാനൊന്നും പോകത്തില്ല, സ്കൂളിൽ പോകത്തില്ല, ഒന്നുമില്ല. ഇനിയിപ്പോ മുത്തപ്പന്റെ അടുത്ത് കുട്ടികളുടെ ഒഴുക്കായിരിക്കും ഇനിയിപ്പോ. എന്നോടും കൂടെ പറയാം. പാട്ടിലൂടെ അങ്ങ് പോകും. എനിക്ക് രണ്ടും വേണം. രണ്ടും വേണം. നോക്കാം. ബൈ അണ്ണാ. അണ്ണാ ബൈ. ടാറ്റാ, ബൈ ബൈ. അണ്ണാ റിമുവിന്റെ അവിടെ ആര്യൻ ഇരിക്കുന്നുണ്ട്. മോളെ ബൈ. ബൈ ബൈ, സീ യു. MG സാറേ, നമ്മൾ അണ്ണനെ പറ്റി പറഞ്ഞു, റിമു അണ്ണനെ പറ്റി. ഇപ്പൊ കണ്ണ് അടച്ച അണ്ണനാണ് റിമുവിന്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആരാത്? ആര്യൻ. ആര്യന്റെ മുഖത്ത് അത് പറയുമ്പോ ആര്യനാണ് എന്റെ ചക്കര. എല്ലാം ഇനി വേറൊരു കാര്യം പറട്ടെ, അണ്ണനും ഇവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരും അണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അയ്യോ, അണ്ണൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ എനിക്ക്. അണ്ണന് കേട്ടോ. എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ? റിമു മോളെ എന്നൊക്കെ നമ്മള് വിളിച്ചു തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കല്ലായിരുന്നേ. അങ്ങനെ വിളിച്ചിട്ടുണ്ടോന്ന് വരെ ചോദിച്ചു. ആര്യൻകുട്ടൻ വിളിച്ചിട്ടില്ലല്ലോ എന്ന് വരെ ചോദിച്ചു. പണ്ണനാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നേ. ഒന്ന് വിളിച്ചേ കേക്കട്ടെ. അതെ. റിമി മോളെ. ഈ സ്നേഹമൊക്കെ അറിയാൻ ഒത്തിരി വൈകിപ്പോയി. റിമി, ഇതില് ആരുടെ വിളിയിലാണ് കൂടുതലായിട്ട് അലിഞ്ഞു പോകുന്നത്? അണ്ണന്റെ ഒരു സ്പെഷ്യൽ വിളിയാ അത്. ആണല്ലേ? എടാ നീ നിന്റെ സ്വന്തമായ ശൈലിയിൽ എന്തെങ്കിലും വിളി. ഈ റിമിമോൾ ഓൾറെഡി പോയി. വേറെ എന്തെങ്കിലും പേര് ഇന്ന് ആലോചിച്ചിട്ട് വിളിക്കേട്ടാ. മുൻകോപക്കാരി. അത് നമ്മുടെ പെർഫോമൻസ് ഓർത്തിട്ട് പറഞ്ഞതാ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലോട്ട് കിടക്കാം. അതെ. മീനുട്ടി, അപ്പൊ ആരാണ് വരുന്നത്? റേഞ്ചേട്ടന് ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. ലിറ്റിൽ ഏഞ്ചലാണ് വരാൻ പോകുന്നത്. ആണോ? ആണ്. ലിറ്റിൽ ഏഞ്ചലാണ്. ആണ്. എന്നാ എനിക്കൊരു സാധനം എടുത്തോണ്ടരാണ്ട്. പുതിയതായി നമ്മൾ ഇൻവെന്റ് ചെയ്ത ഒരു പുതിയ ഞാൻ കൊടുത്ത കേട്ടോ. ദൈന്യ കുതിര ആക്കാതിരിക്കാൻ വേണ്ടി. അതെ. ഞാനിവിടെ എന്തൊക്കെ ആവണെന്ന് എനിക്ക് തന്നെ പിടുത്തില്ല. അപ്പൊ MG സാർ എനിക്ക് വേണ്ടി എന്റെ ദയനീയാവസ്ഥ കണ്ട് ഒരു കുതിര ഇറക്കി. ഇനി വരട്ടെ, പിള്ളേര് വരട്ടെ. ആനപ്പുറത്ത് കാരണം കുതിരപ്പുറത്ത് കാരണം പിള്ളേര് പറഞ്ഞാൽ എനിക്ക് ഈ കുതിര വേണ്ട, എനിക്ക് ആ കുതിര മതി എന്ന് പറഞ്ഞാലോ. പൊട്ട കുതിരയാ. വിളിക്കട്ടെ എന്നാ. ഓക്കെ ഓക്കെ. നമ്മുടെ വൈദേഹി കുട്ടിയാണ്. വെൽക്കം വൈദേഹി ഓൺ സ്റ്റേജ്. മുടിയൊക്കെ ആണല്ലോ. സിംഹാസനത്തിൽ ഇരുന്നോ? അയ്യോ, എന്നെ തന്നെ ആനപ്പുറത്ത് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? നീ കുതിരപ്പുറത്ത് പോവാ നമുക്ക് കുറച്ച്. വൈദേഹി കുട്ടി എന്തുണ്ട്? അവിടെ തെയ്യൊക്കെ നടക്കും.
എവിടെ? അയ്യോ ഒക്കെ നടന്നു എന്റെ നാട്ടില്. ആണോ? ആണല്ലേ? നാട്ടിൽ ആഹാ. തെയ്യം നടന്നോ? ആ ഒരാള് മുത്തപ്പന്റെ അടുത്ത്. അതെ അതെ. തെയ്യം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലത് ഇഷ്ടപ്പെട്ടോ? ചാമുണ്ടി തടങ്ങുമ്പോ ഞാൻ അവിടെ മതിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. പേടിയാണല്ലേ അടുത്ത് പോവാൻ? അടുത്തവാൻ ആ. മതിലിന്റെ മുകളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആണല്ലേ? മോളെ ഏതൊക്കെ ദൈവങ്ങളെ കണ്ടു? പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഞാനെന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ ഒറ്റ തുള്ളു. തുള്ളിയോ? ചാടി ഏതൊക്കെ ദൈവങ്ങളെ കണ്ടു? ഭഗവതി, ആ ഭഗവതി, കൃഷ്ണമൂർത്തി, വെള്ളാട്ടം, വെള്ളാട്ടം, ആ ആ. ചാമുണ്ടിയുടെ തോറ്റം. ആ. 3 തെയ്യം. ഓ മിടുക്കി. ഓഹോ, ഓക്കേ. എന്നാലും ഈ കുഞ്ഞു പ്രായത്തിൽ ഇതൊക്കെ ഓർത്ത് ഓർത്തില്ലേ? പറയണമല്ലോ. അതെ അതിൽ ഏതാ മോക്ക് ഇഷ്ടപ്പെട്ടത്? ചാമുണ്ടി, ആ ചാമുണ്ടി, തീ ചാമുണ്ടി. മൂവാഴമുഴ ചാമുണ്ടി. ആ അത് ശരി. ഓക്കെ. രാത്രി ചാമുണ്ടിയുടെ തോറ്റം ഉണ്ടായിരുന്നു. ആ. ആ. അത് നല്ല രസമല്ലേ? നല്ല രസമല്ല, ഭയങ്കര പേടിയാ. ഇതൊക്കെ രസം അല്ലേ? ചാമുണ്ടിയുടെ കാലിൽ കുരുത്തക്കേടുണ്ട്. കുരുത്തക്കേടുണ്ടോ? കേടുണ്ട്. കാരണം ഞാൻ ഏറ്റവും മുന്നിൽ ഇരുന്നിട്ടുണ്ട് ആഹാ. കസാരം വെച്ചിട്ട്. തോറ്റൊക്കെ കഴിഞ്ഞോടും വേഗം ഒറ്റ ഓട്ടം മുന്നിലോട്ട് തന്നെ. ആഹാ. ഞാനെന്ത് ചെയ്യാനാ? വൈദേഹിയുടെ അടുത്തേക്ക് വന്നോ? ഒരു ആന്റി പിടിച്ചിട്ട് ഇതില് രസം എന്താണെന്നറിയാം? അതായത് മോൾ എന്തെങ്കിലും വീട്ടില് ആഹാരം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ആ. ചാമുണ്ടിയെ വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നല്ല. അല്ലേ? പേടിയില്ലേ ചാമുണ്ടി? അപ്പൊ ചാമുണ്ടി ഇല്ലല്ലോ. അപ്പൊ ഇല്ലല്ലോ അപ്പൊ വരൂലല്ലോ എന്ന്. അല്ല രാത്രി വരും. രാത്രിയപ്പോ വരും. ഒരു ചെറിയ പേടി അത് പറയുമ്പോ. അതെ, അതിന്റെ ഉള്ളിലൊരു ഭയം. അപ്പൊ ഈ കൊച്ചിനെ ഇതൊക്കെ കാണിക്കുമ്പോഴേ ആ. കുന്നായ്മയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് പിടിച്ചു നിർത്താൻ പറഞ്ഞു. രാത്രി ചാമുണ്ടി വരും. മക്കളെ ഏത് പാട്ടാ? പൊന്നു വെച്ചാലും പഴം വെച്ചാലും. ഏത് സിനിമയാ? സിനിമ ആയിരമേനി. ആ. എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഉം. സംഗീതം കൊടുത്തത് ഉം. SP വെങ്കടേഷ് സാർ. കൊടുക്കുക. പാടിയത് ആ. ചിത്രമ്മ. ആഹാ. വർഷം 1999. 199. 1999. 1999. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കുയിരെ അങ്ങ് കൊടുക്കാം ആ. ചേട്ടന്. ഓക്കെ. ഇറങ്ങിയാലോ? അപ്പൊ നമുക്ക് പാട്ട് പാടാം. ആ. അയ്യോ അമ്പിടും. ആ. ദേ ഇതൊക്കെ നോക്കി ആര്യൻകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ആ. എന്താ പറയാളോ ചോദിച്ചു. ഒരു ഓൾ ദി ബെസ്റ്റ് പറയാൻ പറഞ്ഞേ. അവനല്ലേ പറയണ്ടേ, ഞാൻ പറയാൻ പാടില്ലല്ലോ. അവൻ അതിങ്ങോട്ട് തോന്നി നീ അറിഞ്ഞു പറയണതല്ലേ? പറയാൻ. ഓൺ ദ ബെസ്റ്റ്. All the best. ആ, all ഇത് the best. ഇത് നമ്മള് പറഞ്ഞു പറയിപ്പിച്ച പോലെ ആയോ? ഓ ഇവര് റബ്ബർ തോട്ടം കണക്ഷൻ. അതെ അതെ. മനസ്സിലായി. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ? ആ. ഫ്രണ്ട്സ് അല്ലേ പിണക്കത്തിലാ? ഇപ്പൊ? ഷിഫുണ്ട്. ആ. ഒരു പിണക്കം പോലെ രണ്ടുപേരും കൂടെ. ആ. നിങ്ങള് വഴക്കാണോ? ഇല്ല. പിന്നെന്താ നിനക്കൊരു ഇതില്ലാത്ത? അതെ വൈദേഹി കാടത്തിട്ട് പറയാം. അവിടെ ആ, ഇവിടെ അവിടെ എത്തിയാലേ അവിടെ എത്തിയാലേ ആഹാ. ചാർജ് ആവുള്ളൂ. ഓ ഓക്കെ ഓക്കെ. എന്നാലും ഒരു ഓൾ ദ ബെസ്റ്റ് പറ. സ്നേഹം- ഓൺ ദ ബെസ്റ്റ്. അങ്ങനെയല്ല, സ്നേഹത്തോടെ പറ. സ്നേഹത്തോടെ. ഓൺ ദ ബെസ്റ്റ്. വൈദേഹി ഓൺ ദ ബെസ്റ്റ്. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഒക്കെ കിട്ടി. പഠിച്ചു പൊളിക്ക്. ആ. കുതിരനെ കൊണ്ടുപോക്കട്ടെ. ആ വെച്ചോ. വെച്ചോ വെച്ചോ. ഇവിടെ വെക്കണോ? കൊണ്ടുപോവാ, അവിടെ കൊണ്ടുപോവാ. എടുത്തോണ്ട് കൊണ്ടുപോവാൻ. ആ ശരി. ഓൾ ദ ബെസ്റ്റ്. ട്രെയിനിന്റെ ഒരു അവസ്ഥ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടണേ. ആ. സാറിനെങ്കിലും മനസ്സിലാവണ്ടല്ലോ എന്റെ അവസ്ഥ. എന്തൊക്കെ പണിയല്ലേ ഇവിടെ. ഇനി ഫ്ലോറും കൂടി തുടക്കാൻ ബാക്കിയുള്ളത് ഞാൻ. പൊന്നു വേദച്ചാലും പഴം മെതിച്ചാലും പുറവേല പൂലയ്ക്ക് പഴങ്ങഞ്ഞി. ഇല്ലം നിറഞ്ഞാലും വല്ലം കോമി
ആഹാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടിച്ചു പൊളിച്ചു. താങ്ക് യു. മക്കളെ വൈദേഹി ഞാൻ കാത്തിരുന്നാണ്. ഓ എങ്ങനെ പാടിയെന്നറിയാം, അടിച്ച് പൊളിച്ച മേളിലൊക്കെ പാടിയപ്പോ ലാ 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 ലാ. അവിടെ പോയി. മലബാരം പൂത്ത് എന്ന് ഒന്നും കൂടെ ഒന്ന് കേൾപ്പിക്കാവോ? മലവാരം പൂത്തേ മാമ്പൂ പൂത്തേ കാവടിയാടി ആഹാ കന്നി ഒരു കാവടിയാടി. വലിയ കേടി കൊടുത്തോ. Very good, very good. എന്തോ ഇത്. അതുപോലെ ഉയ്ത് മറിച്ച് എന്ന് പാടി. അങ്ങനെയാണോ പാടിയത്? അല്ലേ ഞാൻ കേട്ടത് എന്റെ ചെവിക്ക് എന്തോ എങ്ങനെയാ കുഴപ്പമുണ്ട്. പാടിയേ? എങ്ങനെയാ പാടിയത്? ഉഴുതുമറിക്കാൻ മീനൂട്ടിയെ കറക്റ്റ് എനിക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മളെല്ലാരും അങ്ങനെ അങ്ങനെ തന്നെയാ ആക്കി. കേട്ടത്. പാടുന്ന സമയത്ത് നമ്മളൊക്കെ അങ്ങനെ കേട്ടു. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ പാടിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ വെള്ളാട്ടം അതിന്റെ അവര് ട്യൂൺ അടിക്കുമ്പോ ആ, അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നി. അതാണ് പ്രശ്നം. അവരിരുന്ന് ഈ ട്യൂണിട്ട് കൂട്ടുക്കൊന്ന് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നു ഉയ്തെന്നൊക്കെ അല്ലേ? മീനൂട്ടിക്ക് അങ്ങനെ അതെ തോന്നില്ലേ? അതെ നമുക്ക് തോന്നില്ലേ ഡെയിന്? അതെ അതെ ആ അതെ. അതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർക്കൊരു പെനാൽറ്റി കൊടുക്കാം, നമുക്കൊരു ശിക്ഷ കൊടുക്കാം. എന്താണെന്നറിയോ? ഇവർക്ക് നമുക്ക് നല്ല വെട്ടത്തിരുത്തി ഊണ് കൊടുക്കാം, ആ, എന്നിട്ട് ഇരുട്ടത്ത് കിടത്തി ഉറക്കം. ആ, പോരെ? ഇങ്ങനെ വിട്ടാലും പോരെ? പറ്റില്ലല്ലോ. ഹാപ്പി ആയല്ലോ. ഓക്കെ, നോക്കിക്കോ All the നിങ്ങൾ. best. ആ. അല്ല അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നേ. ചേച്ചി ചില സമയത്ത് റിമി ഒന്നും അറിയാത്ത ഒരു കുട്ടിയായി മാറും. അതെ. ഇപ്പോഴും ഇത് പണ്ട് പോലെ മോഹം പറയണതാ. ഇല്ല, ഇല്ല, അതാണ് ഇത് നല്ലതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്താ തെറ്റെന്ന് ഞാൻ ആലോചിച്ചത്. ആ, റിമി അതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക. അതെ. നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? ഇതിൽ ആരെ തീറ്റിപ്പിക്കാനാ തോന്നുന്നു നോക്കിക്കേ ശരിക്കും. ഏത് ഏറ്റവും ചേട്ടനെ? ശിക്ഷ കൊടുക്കണം. ഇതിൽ ആർക്കാ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് നമ്മുടെ വാക്കുകൾ പോവാൻ? കീബോർഡ് ആള് മുങ്ങി. കീബോർഡ് ഈ വിവരം നേരത്തെ അറിയാം. ചേട്ടൻ അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മോളെ നീ രസായി പാടിയട്ടാ. എനിക്കിതില് ട്യൂൺ ചെയ്യുന്ന ഗിറ്റാർ മാമനെ ഇഷ്ടം. ആ, ട്യൂൺ ചെയ്യുന്നു. ഏത് ഗിറ്റാർ മാമൻ? ശശിമാമനാ? ഏത് ഗിറ്റാർ? ഇഷ്ടം. രണ്ടുപേരും. രണ്ടുപേരും നിങ്ങൾ ഇഷ്ടാ. രണ്ടുപേരെയാണ് ശശിമാമ നിങ്ങൾ ട്യൂൺ ചെയ്യുന്ന കാര്യം എല്ലാരും അറിഞ്ഞു. ഇതിന്റെ ട്യൂണിങ് ശശിമാമനും സുബിൻ മാമനും. മോളെ ചക്കരെ ഇങ്ങോട്ട് നോക്കിയേ. യു ഗംഭീരമായിട്ട് പാടി. ഇത് ലിറ്റിൽ ഏഞ്ചലായിരുന്നോ? പിന്നെ ഞാൻ വിശ്വസിക്കത്തില്ല. കണ്ടസ്റ്റന്റ് ആക്ക്. അതെ. ലിറ്റിൽ ഏഞ്ചല് നിക്കണ്ട. സീസൺ 6 ആദ്യം വരും. ആ സീസൺ 6 വരണം. വരും കണ്ടസ്റ്റന്റ് ആയിട്ട് വരും. ഒരു പേടിയില്ലാണ്ട് കറക്റ്റ് ലിറിക്സും മറക്കാതെ ട്യൂണും പാടി അതെ, എല്ലാ സംഗതിയും പാടി കൂളായിട്ട് അങ്ങ് പാടി കേട്ടോ. വരും. ഉഗ്രൻ 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 സൂപ്പർ. ഉമ്മ വൈദേഹി കുട്ടി, താങ്ക്- സുന്ദരി കുട്ടി, എന്താ? നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു. അസലായിട്ട് പാടിട്ടോ. താങ്ക് യു. എനിക്ക് ഇപ്പൊ പറഞ്ഞപ്പോ നേരത്തെ പാടിയ ആ ഹൈപ്പിച്ച് പോർഷനും പിന്നെ ആ വായോ വായോ വായാടിക്കിളി എന്ന് പാടിയില്ലേ? എങ്ങനെയായിരുന്നു അത് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചത്? വായോ വായോ വായാടി. ആ കുഞ്ഞു കൈ വെച്ച്. നന്നായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. മിടിക്ക് കുട്ടിയാ. താങ്ക് യു. ഓക്കെ, അപ്പം മോൾക്കും മധുവങ്കളും റിമിയാൻറ്റിയും കൂടി ചേർന്ന് ഒരു പാട്ട്. ഓക്കെ, എന്റെ ഉള്ളൊടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ പെണ്ണെ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. നിന്റെ കയ്യിൽ കയ്യും കോർത്ത് തോളിൽ എന്റെ തോളും ചേർത്ത് കൂടി വരാൻ കാത്തിരുന്നു ഞാൻ പൊന്നേ, നിന്റെ കൂടി വരാൻ കാത്തിരുന്നു ഞാൻ. എന്റെ ഉള്ളൊടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ പെണ്ണെ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളോമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ. പാണ്ഡ്യാലക്കടവും വിട്ട് പാട്ടും കൂത്തും താളോമിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ.
ഒന്നേ 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 തുഴപായുന്നു വന്നേ 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 പുഴ പാടുന്നു ഒന്നേ 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 തുഴപായുന്നു വന്നേ 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 പുഴ പാടുന്നു. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ട് ആണല്ലോ. ഈ പാട്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പഴാ ഫസ്റ്റ് കേൾക്കുന്ന കേട്ടോ. ഉഗ്രം പാട്ട്. പക്ഷെ ഇതിന്റെ ചില ഒരു 2-4 വരിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര. അതെ അതെ അതെ. ഉലകേഴും വാഴും ഉടയോൻ എന്നാലും അത്താഴം തേടും അടിയനാ എന്നാലും ഒടുക്കമൊന്നുറങ്ങാൻ 6 അടി മണ്ണാണി. അതിനപ്പുറം വല്ലതും ഉണ്ടോ? അതെല്ലാരും മനസ്സിലാക്കിയാ കൊള്ളാം. എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കണം. അതെ അതെ. അതെ. താങ്ക് യു. താങ്ക് യു താങ്ക് യു. ഇവിടെ വലിയ അദ്വൈതം പറയും അവിടെ. താങ്ക് യു മക്കളെ. എല്ലാം മനസ്സിലായല്ലോ. മനസ്സിലായ സ്ഥിതിക്ക് ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരി. കീബോർഡ് മാമ വന്നു. അപ്പോ എന്തായിരുന്നു നമ്മൾ കൊടുക്കേണ്ട ശിക്ഷ? തീറ്റിപ്പിക്കണം. വെറുതെ തീറ്റിപ്പിച്ചാ മതിയോ? ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ഏത്തടിപ്പിക്കണോ? ഏത്തം. വേണ്ട 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 ദൈവമേ, വേണ്ട 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 ദീനം വേണ്ട. ഓക്കെ, അപ്പൊ നമ്മള് MG സാറ് പറഞ്ഞ പോലെ ചെയ്യാവേ. ആ ഓക്കെ. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ ബൈ. ബൈ. അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ചതാ. ഇന്നത്തെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും വീണ്ടും കാണും. ആ. അതുവരെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ. Bye, See good you. night. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.